ഞങ്ങൾ അൽഫാം കാണുക സ്ക്രോൾ ചെയ്യാ. റീലൊക്കെ കണ്ട് വന്ന് കഴിച്ചാൽ ലാസ്റ്റ് വയറും കേടായിരിക്കട്ടെ. ഇഷ്ടപ്പെട്ട് ചെല്ലുമ്പോൾ അത് പഴകിയതൊക്കെ ആകുമ്പോൾ പിന്നെ അവിടെ കയറാൻ തോന്നുന്നില്ല, വേറെ കടയൊക്കെ നോക്കേണ്ടി വരും. പിന്നെ കയറാനുള്ള മനസ്സ് പോവും, പിന്നെ തോന്നും. റീലുകളൊക്കെ കണ്ടിട്ട് വന്നല്ലേ, റീലുകളിലൊക്കെ കാണുമ്പോ എന്താ കാണാൻ നല്ല രസമാണ്, പക്ഷെ ചെല്ലുമ്പോഴല്ലേ അറിയത്തുള്ളൂ. റീലൊക്കെ കണ്ടിട്ട് ചുമ്മാ ഇനി ആവശ്യമില്ലാത്ത പരിപാടിക്കായിട്ട് കഴിക്കേണ്ട ആവശ്യമില്ല. അന്വേഷിച്ചിട്ട് നമ്മള് ഫുഡ് കഴിക്കുക, അല്ലെങ്കിൽ ഒന്ന് ആരുടെയിലൊക്കെ എടുത്ത് ചോദിക്കുക എങ്ങനെ ഉണ്ടെന്നേലും. റീല് കണ്ടിട്ട് അൽഫാം കഴിക്കാൻ വേണ്ടി വന്നതാണ്. അപ്പോഴാണ് ഇങ്ങനെ കാണുന്നത്, പഴകിയ ഫുഡാണ്, മറ്റാണ്. പിന്നെ കഴിക്കാനുള്ള മൂടൊക്കെ കഴിക്കാനുള്ള മൂഡ് പോയി. പിന്നെ വീട്ടിലെ ഫുഡാണ് ഭേദം എന്ന് നമുക്ക് സാധാരണ തോന്നൂല്ലോ. റീലൊക്കെ കാണുമ്പോ നല്ല രസം ഉണ്ടായിരുന്നു കാണാനും. ഇതൊക്കെ കണ്ട് വന്ന് കഴിക്കാൻ വന്ന് അപ്പോഴാണ് ഇതൊക്കെ അറിയുന്നത്, പഴകിയ ഫുഡ് അങ്ങനെയൊക്കെ ആഗ്രഹിച്ചു. നല്ലതായിട്ടൊന്ന് കണ്ടപ്പോ നല്ലൊരു രസം തോന്നി കഴിക്കണമെന്ന് വെച്ചാൽ ആഗ്രഹിച്ച് വന്നതാണ്. ഇതൊക്കെ ഈ റീല് കാണുമ്പോ എത്ര രസമായിരിക്കും, കാണാൻ നല്ല രസമാണ്. ഫുഡ് അതിൻ്റെ അകത്ത് നല്ല മിനിക്ക് തിളക്കി വെക്കുമല്ലോ. ഇങ്ങനെയൊക്കെയാണെന്ന് അറിഞ്ഞപ്പോ എന്താ തോന്നുന്നില്ല. പഴകിയത് കഴിച്ച് ചുമ്മാ വയറ് നശിപ്പിക്കേണ്ട ആവശ്യമില്ലല്ലോ. കാണാറുണ്ട്, റീല് കണ്ട് ഫുഡ് കഴിക്കാറില്ല. ഞാൻ എല്ലാ ഫുഡുകളും എൻ്റെ വീട്ടിൽ തന്നെ ഉണ്ടാക്കിയാണ് കഴിക്കുന്നത്. ഏത് സൈസും നോക്കി എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കിയിട്ട് എല്ലാം ഉണ്ടാക്കുകയാണ് ചെയ്യാറുള്ളത്. നമ്മൾക്കറിയാം ഇതെല്ലാം ഒരു ഉപജീവനത്തിൻ്റെ മാർഗമായിട്ടാണ് ഓരോ ബിസിനസ് തുടങ്ങുന്നത്. അതുകൊണ്ട് തന്നെ നമ്മൾ ബിസിനസ് എങ്ങനെ വേണം നടത്തിക്കോട്ടെ, പക്ഷേ ആഹാര മേഖലയിലെ ഒരു വിട്ടുവീഴ്ചയും ശുചിത്വത്തിൻ്റെ കാര്യത്തിലും ഭക്ഷണത്തിൻ്റെ കാര്യത്തിലും ഒരു വിട്ടുവീഴ്ചയും അടൂരിൽ നടത്തുവാൻ ഞങ്ങൾ സമ്മതിക്കുന്നതാണ്. കേരള സംസ്ഥാനത്തൊട്ടുക്ക് അടൂർ ബൈപ്പാസ് എന്ന് പറയുമ്പോൾ ഒരു ഫുഡ് ഹബ്ബായി മാറിയിരിക്കുകയാണ്. അപ്പം അടൂർ വരുന്ന അടൂരുകാരല്ലാത്ത പല പ്രദേശങ്ങളിൽ നിന്നും രാത്രികാലങ്ങളിലും പകലിലും ഒക്കെ ഇഷ്ടംപോലെ നൂറുകണക്കിന് ആൾക്കാരാണ് ഫുഡ് കഴിക്കാൻ വരുന്നത്. അപ്പോൾ നമ്മുടെയൊക്കെ ധാരണ നല്ല ഫുഡ് നല്ല അവർ കൊടുക്കുന്നു എന്നൊരു ധാരണയായിരുന്നു നമുക്ക്. ഇപ്പോൾ ചില ഭാഗങ്ങളിൽ നിന്നൊക്കെ ചില പരാതികളൊക്കെ വന്നതിൻ്റെ അടിസ്ഥാനത്തിലാണ് നമ്മളിപ്പോൾ ഇത് ഹോട്ടൽ റെയ്ഡുകൾ നടത്താൻ നമ്മൾ പറഞ്ഞതും അതനുസരിച്ച് ഹെൽത്ത് വിഭാഗം ഹോട്ടൽ റെയ്ഡ് നടത്തിയത്. അപ്പോൾ നടത്തിക്കഴിഞ്ഞപ്പോൾ സത്യം പറഞ്ഞാൽ നമ്മൾ ഞെട്ടിപ്പോകുന്നൊരവസ്ഥയിലാണ് ഈ അടൂരെ സംബന്ധിച്ചിടത്തോളം നമുക്കിപ്പോൾ തോന്നിയത്. കാരണം നമ്മുടെ ഒരു ആഗ്രഹം അടൂര് ഈ ധാരാളം ആൾക്കാർ ഫുഡ് കഴിക്കാൻ വരുമ്പോൾ ഏറ്റവും നല്ല ഫുഡ് കൊടുക്കണം, അവരുടെ ആരോഗ്യമാണ് നമ്മുടെ എല്ലാം ലക്ഷ്യം എന്നുള്ള രീതിയിലാണ് നമ്മൾ മുമ്പോട്ട് പോയിക്കൊണ്ടിരുന്നത്. പക്ഷേ ഇന്നത്തെ സ്ഥിതിയിൽ ചില മാറ്റങ്ങൾ വന്നുകൊണ്ട് കുറേ ഹോട്ടലുകൾ മോശമായ ഫുഡുകൾ വിതരണം ചെയ്യുന്നു എന്നറിയാനും കഴിഞ്ഞു. അപ്പോൾ അത് നമ്മൾ ഇന്ന് റെയ്ഡ് നടത്തി. ഈ റെയ്ഡ് നിരന്തരം ഇപ്പോൾ ഇന്നുകൊണ്ട് അവസാനിക്കുന്നില്ല, നിരന്തരം ഈ റെയ്ഡ് തുടർന്ന് പോയിക്കൊണ്ടിരിക്കും. മക്കളുള്ള പേരൻസിനോട് എനിക്ക് പറയാനുള്ളത്, നിങ്ങൾ റീലും പല ഇതൊക്കെ കാണുന്നുണ്ട്. അപ്പോൾ അവരോട് എനിക്ക് പറയാനുള്ളത്, നിങ്ങൾ നല്ല ഹോട്ടലുകൾ നോക്കി ആഹാരം കഴിക്കാൻ പോവുക, അവിടുത്തെ വൃത്തിയും ശുചിത്വവും ഒക്കെ നോക്കണമെന്നാണ് എനിക്ക് കൂടുതൽ പറയാനുള്ളത്. റീലൊക്കെ കാണാറുണ്ട്, റീല് കണ്ട് ഫുഡ് കഴിക്കാറില്ല. ഞാൻ എല്ലാ ഫുഡുകളും എൻ്റെ വീട്ടിൽ തന്നെ ഉണ്ടാക്കിയാണ് കഴിക്കുന്നത്. ഏത് സൈസും നോക്കി എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കിയിട്ട് എല്ലാം ഉണ്ടാക്കുകയാണ് ചെയ്യാറുള്ളത്. അതുകൊണ്ടാണോ നാട്ടുകാർ നല്ല ഫുഡ് തന്നെ കഴിക്കണം തീരുമാനിച്ചത്? അത് തന്നെ അതുകൊണ്ട് തന്നെയാണ് നമ്മുടെ നല്ല രീതിയിൽ നല്ല ഫുഡ് കഴിക്കണം, നാട്ടുകാരും അതുപോലെ തന്നെ കഴിക്കണം. നമുക്കറിയാം ഇന്ന് ആരോഗ്യ മേഖല അനുദിനം മാറിക്കൊണ്ടിരിക്കുകയാണ്. കൊച്ചു കുട്ടികൾ പോലും മാരകമായ അസുഖങ്ങൾക്ക് ഇടയാവുന്നുണ്ട്. അങ്ങനൊരു സംഭവം നമ്മുടെ അടൂരിൽ സംഭവിക്കരുത് എന്നുള്ളത് കൊണ്ടാണ് നമ്മൾ ഇതിനെല്ലാം മുന്നോട്ട് ഇറങ്ങിയിരിക്കുന്നത്.